മധുവിധു. ഷറഫുദ്ദീനും കല്യാണി പണിക്കറും നായകനും നായികയുമായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് മധുവിധു. ഒരു കൊച്ചു സിനിമയെ സംവിധായകൻ ശരിക്കു പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ കഥ പറയുന്ന സിനിമകളൊക്കെ സമീപിക്കുന്ന രീതിയിലാണ്. കുഞ്ഞൊരു കഥ, ആ കഥേനെ ആ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ, ഒരു കുടുംബത്തിലുള്ള കഥാപാത്രങ്ങളെ, നാട്ടിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഏത് രീതിയിലുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ളവരാണെന്നുള്ളത് ആ സംവിധായകൻ ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയാണ്. ഒരു ബമ്പൻ സിനിമ എന്നല്ല, ഒരു കുഞ്ഞു സിനിമ, ഒരു കൊച്ചു സിനിമയാണ്. ഒരു ഹിറ്റ് ചാർട്ടിൽ എത്തുന്ന ഒരു കൊച്ചു സിനിമയാണ്. വലിയ അവകാശവാദങ്ങളോ ട്വിസ്റ്റോ ടേണോ ഒന്നുമില്ല. ഒരു കുഞ്ഞു കുടുംബത്തിൽ, ഒന്നോ രണ്ട് കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് സംവിധായകൻ പറഞ്ഞ ഒരു കൊച്ചു ചിത്രമാണ് മധുവിധു. പ്രകടനങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഷറഫുദ്ദീൻ ആണെങ്കിലും, കല്യാണി പണിക്കർ, ജഗദീഷ്, അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാട്, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പ്രകടനങ്ങൾ ഒന്നിനൊന്ന് സൂപ്പറാണ്. കാരണം അത്രയ്ക്ക് മികച്ച പ്രകടനമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായുള്ളൂ. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് തോന്നിയത് നമ്മുടെ അസീസ് നെടുമങ്ങാടിനെയാണ്. അദ്ദേഹം ഓരോ കഥാപാത്രത്തെ സമീപിക്കുന്ന രീതി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും. കാരണം ആക്ഷൻ രംഗങ്ങളാണെങ്കിലും കോമഡി രംഗങ്ങളാണെങ്കിലും ഒരു പവറുള്ള ഡയലോഗ് ഉള്ളതാണെങ്കിലും സെന്റിമെന്റ്സിന് എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ജഗദീഷ് ഏട്ടൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹമൊക്കെ ഓരോ സിനിമ കഴിയുന്നതും ബെറ്റർ ആയിട്ടിരിക്കുകയാണ്. സായികുമാറിന് അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്തിരിക്കുന്ന റോള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കല്യാണി പണിക്കർ ആദ്യം തുടക്കത്തിൽ കുറച്ചൊരു ഓവറും തോന്നിയതിനും പിന്നെ അവരങ്ങനെയാണ് ആ കഥാപാത്രത്തെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ കണ്ടുപോയിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഓരോ സിനിമ കഴിയുന്തോറും സൂപ്പറായിട്ട് വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ യോഗ്യത. സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനത്തെ അല്ല, ഒരു ജയറാമേട്ടൻ, ദിലീപേട്ടനൊക്കെ ആ ലെവലിലുള്ള ഒരു സ്റ്റാർ ആവാനുള്ള എല്ലാ കഴിവുകളാണ്. കാരണം അദ്ദേഹം അഭിനയിക്കുമ്പോൾ എന്താ പറയുക, ഓവർ ആക്കാണ്ട് അമിതമായിട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ തിരക്കഥ കൈകാര്യം ചെയ്യുന്ന വിഷ്ണുവും അതുപോലെ ബിബിനും നല്ല രീതിയിൽ തിരക്കഥ എല്ലാ തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മെല്ലെ മെല്ലെ പറഞ്ഞിട്ടുണ്ട്. കോമഡി രംഗങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. സെന്റിമെന്റ്സ് അവസാനമൊക്കെ ആകുമ്പോൾ കണ്ണ് നനയിക്കുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിന്റെ സംവിധായകൻ അത്ര രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റിങ്ങും കളറിങ്ങും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ മോശമല്ലാത്ത രീതിയിൽ മ്യൂസിക്കും എല്ലാം വന്നിട്ടുണ്ട്. ഒരു കൊച്ചു സിനിമയാണ്. ധൈര്യസമേതം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു കുഞ്ഞു സിനിമയാണ് മധുവിധു. അപ്പം കാണാത്തവര് കൂടുതൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വരാം.